പവിത്രത്തിലെ ഇനി വരുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മാഷാണെങ്കിൽ കമലാമ്മയോട് പറയാണ്, എന്തിനാണ് ആ കുട്ടി സ്വന്തം ജീവിതം നശിപ്പിച്ച് കളയുന്നത്? ആ കുട്ടിക്ക് ഇനിയെങ്കിലും ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടൂടെ? അവനവൻ്റെ വഴിക്ക് ജീവിക്കട്ടെ. എന്തിനാ ആ കുട്ടി അവൻ്റെ പുറകെ നടക്കുന്നതെന്ന് മാഷ് ചോദിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് നേരം വിളി വിക്രം എവിടെ പോകാനായിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ വേദ അങ്ങോട്ട് വന്നിട്ട് പറയണേ, ഞാനും നന്ദിനിയേട്ടത്തെയും ശ്രീയേട്ടത്തെയും കൂടെ അമ്പലത്തിൽ പോകുന്നുണ്ട്, വിക്രമും വരണം. വിക്രം പറയുന്നത്, ഞാനങ്ങും വരുന്നില്ല, നിങ്ങളങ്ങ് പോയാൽ മതി. ഞാനെന്തിനാണ് വരുന്നത്? എനിക്കൊരു നേർച്ചയുണ്ട്, വിക്രമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നും പറഞ്ഞു. അപ്പം അത് ചെയ്യണമെങ്കിൽ വിക്രം വന്നേ പറ്റുമെന്ന് വേദ പറയാണ്. വിക്രം പറയണം, ഞാനങ്ങ് വരത്തില്ല, നീ നിൻ്റെ പാട് നോക്കിപ്പോ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് കമലാമ്മ അങ്ങോട്ട് വരികയാണ്. നിനക്കെന്താ ചെന്നാൽ? അമ്പലത്തിൽ പോകുന്ന കാര്യത്തിനല്ലേ അവൾ വിളിച്ചത്? എനിക്ക് അത്യാവശ്യമായിട്ട് വേർത്ത് പോകണം അമ്മയെന്ന് പറഞ്ഞു. എൻ്റെ അത്യാവശ്യം എന്തെന്നൊക്കെ ഞങ്ങൾക്കറിയാം, നീ കൂടുതൽ സംസാരിക്കാതെ അങ്ങോട്ട് ചെല്ല്. വേദിയുടെ കൂടെ ചെല്ലാൻ കമലമ്മ പറയുകയാണ്. ശ്രീജയും നന്ദിനി എല്ലാവരും ഉണ്ട്, നീ ഇവിടെ ചെന്നിട്ട് വാ എന്ന് പറയാണ്. അവസാനം വിക്രം ഇഷ്ടമല്ലാതെ ആണെങ്കിൽ സമ്മതിക്കുകയാണ് അമ്പലത്തിലേക്ക് ചെല്ലാൻ. നന്ദിനി വിചാരിക്കാൻ, ഇവളെന്തിനാ വിക്രമനെയും കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നത്? ഇനി വേറെ എന്തെങ്കിലും പണി കാണുമോ എന്ന് നന്ദിനിക്കൊരു സംശയം. അങ്ങനെ എല്ലാവരും കൂടെ അമ്പലത്തിലെത്തി. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതിന് ശേഷം തിരുമേനി വേദയെടുത്ത് വന്നാണ്, ഇയാളാണോ നേർച്ച നടത്തുന്നയാൾ എന്ന് പറയാണ്. അപ്പം വേദ വിക്രമനോടടുത്ത് പറയാണ്, പോയി കുളിച്ചിട്ട് വരാൻ പറയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ എന്തോന്നൊന്നും മനസ്സിലാവുന്നില്ല. വിക്രം ഇങ്ങനെ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ആർക്കെങ്കിലും നേർച്ച ഉണ്ടോ? അപ്പോൾ വേദ പറയണം, നന്ദിനി ഏട്ടത്തിക്ക് ഉണ്ട് നേർച്ചയെന്ന് പറയാണ്. നന്ദിനിക്ക് എന്നിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അങ്ങനെ വിക്രം പോയി കുളിച്ചിട്ടൊക്കെ വരികയാണ്. എന്നിട്ട് വിക്രമിനെ കൊണ്ട് ശയനപ്രദക്ഷിണം നടത്തുകയാണ്. അപ്പം ഉള്ള പാവങ്ങളെല്ലാം പോകാൻ വേണ്ടിയാണ് വിക്രമിനെ കൊണ്ട് ശയനപ്രദക്ഷിണം വേദ നടത്തുന്നത്. അങ്ങനെ വിക്രമാണെങ്കിൽ ശയനപ്രദക്ഷിണമൊക്കെ നടത്തി. എന്നിട്ട് തിരുമേനി മാലയായിട്ട് വരികയാണ്. മാലയായിട്ട് വരുമ്പോഴാണ് വിക്രമിന് മനസ്സിലാകുന്നത് മാലയിടാനാണ് വേദ അമ്പലത്തിൽ കൊണ്ടുവന്നതെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ അമ്പലത്തിൽ വെച്ച് വിക്രം മാലയിടുകയാണ്. ഒരു രക്ഷയില്ല, വിക്രമിന് ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല, എന്തായാലും ഇനി മാല ഇട്ടേ പറ്റത്തുള്ളൂ എന്നുള്ള ഇത് വന്നു. അങ്ങനെ വിക്രം മാല ഇടുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.